വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എത്തുകയാണ്. ഇപ്പോൾ നാട്ടിൽ പവർ കട്ട് സ്ഥിരമായല്ലോ. നമ്മളെല്ലാവരും ഇപ്പോൾ പവർ കട്ടിനോട് ശീലമായിക്കൊണ്ടിരിക്കുകയാണ്. പവർ കട്ടിനെതിരെ സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചു എന്ന് പറഞ്ഞതിന് പോലീസ് ഫോൺ പിടിച്ചെടുത്തിരിക്കുന്ന ഒരു യുവാവിന്റെ ആലപ്പുഴയിലാണ് സംഭവം. പവർ കട്ടിനിടെ പോർട്ടബിൾ ഫാനിന്റെ കാറ്റിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതിനാണ് ഫോൺ പിടിച്ചെടുത്തത്. ആലപ്പുഴ ലജനത്ത് സ്വദേശി അഹമ്മദ് കബീറിന്റെ ഫോണാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പിടിച്ചെടുത്തത്. ഈ പോലീസ് ഇത് എന്താണ് ചെയ്യുന്നത്? ഈ സർക്കാർ ഇത് എന്താണ് ചെയ്യുന്നത്? നമുക്ക് മനസ്സിലാകുന്നതേ ഇല്ല. അത് ആ ദൃശ്യം ആദ്യം ഒന്ന് കാണാം, അതിനുശേഷം നമുക്ക് ഷാജഹാനിലേക്ക് പോകാം. ഓക്കി ഭരണത്തിലൊരു പിതാവിന്റെ ഗതികേടാണ്. പാതിരാത്രി 2:30 കറണ്ട് പോയിട്ട് കുഞ്ഞുങ്ങൾ ഉറക്കാം ചാർജബിൾ ഫാനും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ പാതിരാത്രിക്ക് എണ്ണിച്ചിട്ട് കരഞ്ഞിട്ട് ചാർജബിൾ ഫാനാണ് ഇത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കറണ്ടില്ല. നല്ല ബെസ്റ്റ് ഭരണം. ആ മനുഷ്യൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്ത് നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. ഇതുപോലെ പവർ കട്ടിന് ഇരുട്ടിലിരിക്കേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടില്ല. ഇതുപോലെ പോർട്ടബിൾ ഫാനിന്റെ കാറ്റേറ്റ് കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം ഈ നാട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നു 24 മണിക്കൂറും. പവർ കട്ട് ഉണ്ടായിട്ടേ ഇല്ല. അധികാരമേറ്റ് 2 മാസത്തിനുള്ളിലാണ് ഈ നാടിനെ ഇങ്ങനെ മാറ്റിയെടുത്തത്. അപ്പോൾ അത് പുറത്തു പറയുന്നതാണോ, തുറന്നു പറയുന്നതാണോ സർക്കാരിന് ഇത്ര വലിയ വേദന? ഫോൺ പിടിച്ചെടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ എത്ര പേരുടെ ഫോൺ പിടിച്ചെടുക്കേണ്ടി വരും? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാനും സുഹൃത്തുക്കളും ഇരുട്ടത്തിരിക്കുന്നതിന്റെ വീഡിയോ ഞങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇനി എന്റെ ഫോണും പിടിച്ചെടുക്കാൻ വരുമോ കേരള പോലീസ്? നമുക്കൊന്ന് കാണണമല്ലോ. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ കൂടി ചേർക്കുകയാണ്. ഷാജി, നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ ആ മനുഷ്യൻ കാണിച്ചത്? കറണ്ട് കട്ടാണ്, കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഒരു ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന പോർട്ടബിൾ ഫാനുമായി ഇരിക്കുകയാണ്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ഫോൺ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോലീസുകാർ എത്ര ആൾക്കാരുടെ ഫോൺ പിടിച്ചെടുക്കും? അങ്ങനെയാണെങ്കിൽ ഗുഡ് മോർണിംഗ് മനു, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെങ്ങന്നൂർ മാന്നാർ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതിനൊരു കേസ് എടുത്തിരുന്നു പോലീസ്. അന്ന് തന്നെ നമ്മളത് പറഞ്ഞതാണ്. കാര്യം ഇതിപ്പോൾ ഒരു അടിയന്തരാവസ്ഥ, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. നമുക്കറിയാം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് സോഷ്യൽ മീഡിയകളിൽ വന്ന പോസ്റ്റുകൾ നമുക്കറിയാം. അത് എത്ര മേച്ഛമായ തരത്തിലുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പോലീസും അങ്ങനെ ഒരു കേസെടുത്തായിട്ട് നമ്മുടെ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചിരിക്കുകയാണ്. അത് കേസിയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും CM-ന്റെ ഓഫീസിൽ നിന്നാണ് പരാതി വന്നത് എന്നുള്ളതാണ് ഏറ്റവും നമുക്കതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കിട്ടിയ വിവരങ്ങൾ അങ്ങനെയാണ്. മറിച്ച് തിരിച്ച് CM-ന്റെ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പരാതി വന്നിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ ഇന്നലെ തന്നെ അദ്ദേഹത്തോട് പെട്ടെന്ന് സ്റ്റേഷനിൽ വരാൻ പറയുന്നു. സ്റ്റേഷനിൽ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണൊക്കെ പിടിച്ച് വാങ്ങുന്നു. പാസ്വേഡ് വാങ്ങിച്ചിട്ട് ആ ഫോൺ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ മൊത്തം ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തെ പറഞ്ഞ് വിട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ എത്തണം. കാര്യം അപ്പോൾ പരാതിക്കാരനും വരും. കാര്യം ഒരു കേസുകാരനാണ് ആലപ്പുഴയിൽ നിന്ന് പരാതി കൊടുത്തിരിക്കുന്നത്. മറ്റൊരു പരാതി തിരുവനന്തപുരത്ത് നിന്ന് ഓഫീസിൽ നിന്നാണ്. എന്താണ് ഇതിൻ്റെ അകത്ത് തെറ്റ്? നമ്മൾ ആ വീഡിയോ പരിശോധിച്ചാൽ നമുക്കറിയാം മനു. നമുക്ക് ഒരാൾക്കൊരു വികാരം നമുക്കറിയാം. രാത്രി 2 മണിക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ, അതായത് കൊച്ചു കുഞ്ഞുങ്ങളെ അവരെ ഉറക്കാൻ പെടുന്ന പാട് നമുക്കറിയാം. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. കാര്യം എല്ലാവർക്കും ഇൻവെർട്ടറോ അല്ലെങ്കിൽ അതുപോലെ മറ്റു സംവിധാനങ്ങളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. സാധാരണക്കാരായ ജനങ്ങൾക്കും ഈ നാട്ടിൽ ജീവിക്കണം. അവരാശ്രയിക്കുന്നത് സർക്കാർ നൽകുന്ന ഈ കറണ്ടാണ്. അത് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മനസ്സിലാകും. കാര്യം പാതിരാത്രിയിൽ 2 മണിക്കും 3 മണിക്കും കൊച്ചുകുട്ടികൾ ഉറങ്ങുമ്പം നമുക്കറിയാം ഈ ചിറ്റക്കുടിലുകളിലൊക്കെ കിടന്നുറങ്ങുന്നവർക്ക് മുകളിലും ഷീറ്റായിരിക്കും, ചുറ്റുപാടും അങ്ങനെ യാതൊരുവിധ കാറ്റ് പോലും കിടക്കാൻ കഴിയാത്ത സംവിധാനത്തിൽ ഈ മുറികളിൽ താമസിക്കുന്നവർക്ക് ഏക ആശ്രയം ഒരു ഫാനായിരിക്കും. ആ ഫാൻ പ്രവർത്തിക്കാതെ വന്നു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു വികാര പ്രകടനമാണ് ആ പിതാവ് നടത്തിയത്. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചു വാങ്ങിച്ചിരിക്കുന്നു. ഇന്നത്തെ എന്ത് പരാതിയാണ് കൊടുത്തിരിക്കുന്നത്? മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. കറണ്ട് കട്ടിനെ കുറിച്ച്, കറണ്ട് പോയപ്പോൾ ആ കുടുംബത്തിലുണ്ടായ വേദന അവർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണോ? എനിക്ക് തോന്നുന്നത് മനു, ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി അപമാനിക്കുക മാത്രമല്ല. അതിൻ്റെ ആദ്യം അദ്ദേഹം ഉപയോഗിച്ച പൂക്കി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനത് സാധാരണ മറ്റുള്ളവർ പറയുമ്പോൾ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തെ എതിർക്കുന്നവർ അത് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് പൂക്കി എന്ന് കേരളത്തിലെ ജനങ്ങളെ അദ്ദേഹം തന്നെ വിളിപ്പിച്ച ഒരു പേരാണ് പൂക്കി എന്നുള്ളത്. പക്ഷേ അതിപ്പോൾ പേരൊന്നും അല്ലല്ലോ വിഷയം. അതൊക്കെ പുതിയ തലമുറയുടെ ഭാഷയാണ്. അതിലൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇവർക്ക് ഇത്ര വേദനയാണെങ്കിൽ നാട്ടുകാർ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ആ കറണ്ട് കട്ടങ്ങ് മാറ്റിക്കൊടുക്കുന്നേ. 24 മണിക്കൂറും വെളിച്ചം തരട്ടെ. അപ്പോൾ ആളുകൾ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല. എന്തായാലും ആളുകൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇവിടെ കറണ്ട് കട്ടാണെന്ന് പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്യില്ല. ഷാജി, ഇങ്ങനെയാണെങ്കിൽ ഞാനും സൂക്ഷിക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ.
നമ്മൾ റൂമിലിരിക്കുന്ന സമയത്ത് നമ്മൾ സുഹൃത്തുക്കളെല്ലാം കൂടെ റൂമിലിരിക്കുമ്പോൾ 3 വട്ടം 1.5 മണിക്കൂർ കറണ്ട് പോയി. അപ്പോൾ ഞങ്ങളൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ റെഡിയാക്കിയിട്ടിരുന്നു. അപ്പോൾ എന്നെ തേടി വരുമോ പോലീസ്? തീർച്ചയായിട്ടും. കാര്യം ഇതിപ്പം എന്തായാലും മനു ഇതിപ്പം ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. കാര്യം മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും പറയാൻ പാടില്ല എന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ള. നമ്മൾ സാധാരണ സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇത്തരത്തിലുള്ള നടപടികൾ എടുത്ത് കാണുന്നത്. അതേ പ്രതികാര നടപടികളുമായിട്ട് കേരളത്തിലും പോകുന്ന കാര്യം മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുമെന്നുള്ളൊരു സൂചനയാണിത്. എന്തായാലും ഇത് വളരെയധികം ശക്തമായ പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്. വരും ദിവസങ്ങളിൽ ഇങ്ങനെ പവർ കട്ട് ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ ജനങ്ങൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടാനുള്ള സാധ്യതയാണ് എനിക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. കാര്യം മുഖ്യമന്ത്രിയെ അങ്ങനെ പേടിച്ച് കഴിയേണ്ട ജനങ്ങളല്ല. നമ്മൾ ഇതിപ്പോൾ ഒരു ഏകാധിപത്യ ഭരണം നടക്കുന്ന നാടല്ല. ഇപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലിരിക്കുന്നത്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങനെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ ആ മുഖ്യമന്ത്രി തയ്യാറാണ്. അങ്ങനെ പരിഹരിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഇത്തരം പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അല്ല ഷാജി, ജനങ്ങൾ തെരഞ്ഞെടുത്ത് 102 സീറ്റുണ്ട്. ഇതൊക്കെ ഓക്കെ, അവർക്ക് അധികാരം വലിയ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഈ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം തടയാനൊന്നും ഒരാൾക്കും എത്ര ഭൂരിപക്ഷം ഉണ്ടെങ്കിലും പറ്റില്ല. ഇപ്പോഴും ഈ നാട്ടിൽ ഭരണഘടനയുണ്ട്, അത് ഉറപ്പ് തരുന്ന ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആ മനുഷ്യൻ ആ വീഡിയോയിൽ ഒരു അശ്ലീലവും പറഞ്ഞിട്ടില്ല, ഒരു മോശം വാക്കും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അയാളുടെ പേരിൽ കേസെടുക്കുന്നത്? അയാളുടെ പേരിൽ കേസെടുക്കാൻ ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? കോടതിയിലേക്കൊക്കെ പോയാൽ എടുത്ത് കെട്ടും ഈ പറയുന്ന പോലീസിനെയും സർക്കാരിനെയും ഒക്കെ. ആ ഡോക്ടർ ആമിനെ പിടിക്കാൻ പോയതിന്റെ പേരിൽ കോടതിയിൽ കേട്ട ചീത്തവിളിക്ക് കയ്യും കണക്കുമില്ല. തീർച്ചയായിട്ടും മനു, നമുക്ക് ഇപ്പോൾ ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് രണ്ടാമത് ഇപ്പോൾ പുതുതായിട്ട് കേൾക്കുന്ന പ്രേക്ഷകർക്ക് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഒന്നുകൂടി വ്യക്തമാക്കുക. എന്താണ് മോശമായ പദപ്രയോഗം എന്ന് മനസ്സിലാവും. കാര്യം അത്രത്തോളം അദ്ദേഹം മാന്യമായ രീതിയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഷാജി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊടുക്കാം, വേഗത്തിൽ തുടർന്നുള്ളത് അത് കൊടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും മനു. കാര്യം എന്തായാലും 10 മണിക്ക് ഇന്ന് അദ്ദേഹത്തോട് സ്റ്റേഷൻ 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞിരിക്കുകയാണ്. 10 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന് ഇന്ന് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരിക്കുന്നത്. കാര്യം പരാതിക്കാരനും വരും. ഇനി എന്ത് നടപടിയായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് അതിനുശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മനു, ശരി, നോക്കാം. 10 മണിക്ക് ആ മനുഷ്യനോട് പോലീസിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണല്ലോ. നോക്കാം, പിടിച്ചിലോ അകത്തിടുമോ എന്ന് നമുക്ക് നോക്കാം. ഇത് എന്തൊരു നാടാണ്! ഒരു കറണ്ട് കട്ടിനെ കുറിച്ചൊരു വീഡിയോ ഇടാൻ പറ്റില്ല. ഇത് എന്താണ് അവസ്ഥ? അടിയന്തരാവസ്ഥയൊന്നും അല്ലല്ലോ. ഇപ്പോഴും ഭരണഘടനയുണ്ട് കേട്ടോ. ഈ നാട്ടിൽ നിയമവാഴ്ചയുണ്ട്. മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ പിടിച്ച് പോലീസ് കേസെടുക്കുക. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. ഈ കുറേ ദിവസങ്ങളായിട്ട് പോലീസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഈ പോലീസ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത കേട്ടു. ഒരു മനുഷ്യൻ സർക്കാരിനെതിരായ ഒരു വിമർശനത്തിന് ഫേസ്ബുക്കിലോ മറ്റോ ലൈക്ക് അടിച്ചതിന്റെ പേരിൽ അയാളെ വീട്ടിൽ കയറി തല്ലിയെന്ന്. അത് വൃക്കരോഗിയായ ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് റോഡിലേക്ക് 128 പടികളോ മറ്റോ ഉണ്ട്. ഞാൻ അന്ന് വാർത്ത കണ്ടതാണ്. പടികളോ മറ്റോ ഉണ്ട്. ആ പടികളിലൂടെ വലിച്ചടച്ചു എന്നൊക്കെ കേൾക്കുന്നു. ഇത് എന്താണ് ചെയ്യുന്നത്? കസ്റ്റഡി മരണം നമ്മൾ കണ്ടതല്ലേ? കുണ്ട്രയിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രി. അവരെ വെള്ളപൂശുന്നത് കണ്ടു. 2 ദിവസം മുമ്പ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു കേട്ടു, ആ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഏറ്റവും മോശക്കാരാണ്, പണ്ടേ കുഴപ്പം പിടിച്ചവന്മാരാന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിലെ മുഖ്യമന്ത്രി ഇരുന്ന് അവരെയൊക്കെ വല്ലാതെ വെള്ളപൂശുന്നുണ്ടായിരുന്നു, മഹാന്മാരാന്ന് പറയുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ആഭ്യന്തരമന്ത്രി അവരെ സസ്പെൻഡ് ചെയ്തു എന്ന് കേൾക്കുന്നു. എന്താണ് നടക്കുന്നത്? കുണ്ട്രയിൽ കസ്റ്റഡി മർദ്ദനം, ഇവിടെ കൂടലിൽ കസ്റ്റഡി മർദ്ദനം, ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്തതിന് വീട്ടിൽ കയറി പോലീസ് തല്ലുന്നു. ഞാറക്കലിൽ ഒരു മാല മോഷ്ടിച്ച പരാതി പറയാൻ ഒരു സ്ത്രീയുടെ കൂടെ പോയി ഒരു ചെറുപ്പക്കാരന്റെ ചെവിക്കലിനടിക്കുന്നു പോലീസ്. എന്താണ് നാട്ടിൽ നടക്കുന്നത്? ഇത് യൂണിഫോം ഇട്ട ഗുണ്ടാസംഘമായി മാറിയിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാകുന്നതേ ഇല്ല.